കിങ്ഡം മുനീറയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി വരുന്ന ബാക്ടീരിയകളിൽ നടക്കുന്ന റെസ്പിറേഷൻ, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ എന്നിവയെക്കുറിച്ചും അതുപോലെ ആർക്കെ ബാക്ടീരിയകളുടെ സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ ബാക്ടീരിയകളിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം. രണ്ട് ടൈപ്പ് റെസ്പിറേഷനാണ് ബാക്ടീരിയകളിൽ കാണപ്പെടുന്നത്: എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനെയ്റോബിക് റെസ്പിറേഷൻ. അതിലാദ്യം നമുക്ക് എയറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് നോക്കാം. എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ വായു ശ്വസനം എന്ന് പറയും. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റെസ്പിറേഷനാണ് എയറോബിക് റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത്. കംപ്ലീറ്റ്ലി എയറോബിക് ആയിരിക്കുകയും ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നവയാണ് ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് വിളിക്കുന്നത്. അസറ്റോബാക്ടർ ഒരു ഒബ്ലിഗേറ്റ് എയറോബിന് എക്സാമ്പിളാണ്. ഫാക്കൽറ്റേറ്റീവ് അനെയ്റോബ്സ് എന്താണെന്ന് നോക്കാം. ഇവ നോർമലി എയറോബിക് ബാക്ടീരിയകളായിരിക്കും, പക്ഷേ ഇവയ്ക്ക് ഓക്സിജൻ്റെ ആബ്സെൻസിലും സർവൈവ് ചെയ്യാൻ കഴിയും. ഇതിനുദാഹരണങ്ങളാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഇക്കോളൈ ബാക്ടീരിയ തുടങ്ങിയവ. നെക്സ്റ്റ്, അനെയ്റോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം. ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന റെസ്പിറേഷനാണ് അനെയ്റോബിക് റെസ്പിറേഷൻ. ഇത്തരം ബാക്ടീരിയകൾ അവയുടെ വളർച്ചയ്ക്കും മെറ്റബോളിസത്തിനും വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. ഫെർമെൻറ്റേഷൻ റിയാക്ഷൻസ് വഴിയാണ് ഇവയ്ക്ക് ആവശ്യമുള്ള ഊർജം ലഭിക്കുന്നത്. കംപ്ലീറ്റ്ലി അനെയ്റോബിക് ആയിരിക്കുകയും എയറോബിക് റെസ്പിറേഷന് കപ്പാസിറ്റി ഇല്ലാത്തവയുമായ ബാക്ടീരിയകളാണ് ഒബ്ലിഗേറ്റ് അനെയ്റോബ്സ്. ക്ലോസ്ട്രിഡിയം ഈ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ്. ഫാക്കൽറ്റേറ്റീവ് എയറോബിക് എന്താണെന്ന് നോക്കാം. ഇവ നോർമലി അനെയ്റോബിക് ബാക്ടീരിയകളാണ്, പക്ഷേ എയറോബിക് റെസ്പിറേഷന് കപ്പാസിറ്റി ഉള്ളവയായിരിക്കും. ഫെർമെൻറ്റേഷൻ ബാക്ടീരിയകൾ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം. പോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കാം. ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികളെന്നും ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികളെന്നും. ആദ്യമായി നമുക്ക് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ. ഇവ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എനർജി സോഴ്സ് അനുസരിച്ച് നമുക്കിവയെ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കാം: ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആൻഡ് കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനായി സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് എനർജി സോഴ്സായി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ. വ്യത്യസ്ത തരം ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഫോട്ടോലിത്തോട്രോപ്സ്. ഈ ഫോട്ടോലിത്തോട്രോപ്സിൽ ഹൈഡ്രജൻ ഡോണർ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കും. ഫോട്ടോലിത്തോട്രോപ്സിന് ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഇത്തരം ബാക്ടീരിയകളിൽ ഹൈഡ്രജൻ ഡോണറായി പ്രവർത്തിക്കുന്നത് H2S അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവയിൽ ബാക്ടീരിയോ വിറിഡിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റും കാണപ്പെടുന്നുണ്ട്. ക്ലോറോബിയം ഒരു ഗ്രീൻ സൾഫർ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ, പർപ്പിൾ സൾഫർ ബാക്ടീരിയ. ഇത്തരം ബാക്ടീരിയകളിൽ ഹൈഡ്രജൻ ഡോണറായി പ്രവർത്തിക്കുന്നത് തയോസൾഫേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവയിൽ ബാക്ടീരിയോ ക്ലോറോഫിൽ പ്രസൻ്റ് ആയിരിക്കും. ഒരു പർപ്പിൾ സൾഫർ ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് ക്രൊമാറ്റിയം. മറ്റൊരു ഫോട്ടോ ഓട്ടോട്രോപിക് ബാക്ടീരിയയാണ് ഫോട്ടോ ഓർഗാനോട്രോപ്സ് എന്നറിയപ്പെടുന്നത്. ഇവ ഹൈഡ്രജൻ ഡോണറായി ഉപയോഗിക്കുന്നത് ഒരു ഓർഗാനിക് ആസിഡോ അല്ലെങ്കിൽ ആൽക്കഹോളോ ആയിരിക്കും. ഒരു ഫോട്ടോ ഓർഗാനോട്രോപ്സിന് എക്സാമ്പിളാണ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ. റോഡോസ്പൈറിലം ഒരു പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ്.
രണ്ടാമത്തെ വിഭാഗമാണ് കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഇത്തരം ബാക്ടീരിയകൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്നായിരിക്കും. ഇവയിൽ വരുന്ന ഒരു വിഭാഗമാണ് കീമോലിത്തോട്രോപ്സ്. ഇത്തരം ബാക്ടീരിയകൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്താണ് ഇവയ്ക്ക് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. കീമോലിത്തോട്രോപ്സിന് എക്സാമ്പിൾസാണ് സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ, ഹൈഡ്രജൻ ബാക്ടീരിയ, അതുപോലെ നൈട്രിഫയിങ് ബാക്ടീരിയകളായ നൈട്രോസോമോണസ്, നൈട്രോബാക്ടർ എന്നിവ. മറ്റൊരു വിഭാഗം കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ് കീമോ ഓർഗാനോട്രോഫ്സ് എന്നറിയപ്പെടുന്നത്. ഇത്തരം ബാക്ടീരിയകൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്താണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് മീഥെയ്ൻ ബാക്ടീരിയയായ മെത്തനോകോക്കസ്, അതുപോലെ അസറ്റിക് ആസിഡ് ബാക്ടീരിയയായ അസറ്റോബാക്ടർ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയായ ലാക്ടോബാസിലസ് എന്നിവ. നെക്സ്റ്റ്, ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാത്തത് കാരണം ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവരാണ് ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ എന്നറിയപ്പെടുന്നത്. വ്യത്യസ്ത തരം ഹെട്രോട്രോഫിക് ബാക്ടീരിയകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, പാരസൈറ്റ്സ് അല്ലെങ്കിൽ പരാദങ്ങൾ. പാരസൈറ്റിക് ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് ക്ലോസ്ട്രിഡിയം, മൈക്കോബാക്ടീരിയം തുടങ്ങിയവ. നെക്സ്റ്റ് വൺ, സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ. സാപ്രോഫൈറ്റിക് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് ബാസിലസ് മൈക്കോയിഡ്സ്. തേർഡ് വൺ, സിംബയോട്ടിക് ബാക്ടീരിയ. ലെഗുമിനസ് ക്രോപ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണപ്പെടുന്ന റൈസോബിയം ഒരു സിംബയോട്ടിക് ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ്. അടുത്തതായി നമുക്ക് ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനവും സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനവും കാണപ്പെടുന്നുണ്ട്. ആദ്യമായി നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിലാണ് ബാക്ടീരിയകളിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്ന്, ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം. രണ്ട്, എൻഡോസ്പോർ ഫോമേഷൻ. ബാക്ടീരിയകളിൽ ഏറ്റവും കോമണായി കാണപ്പെടുന്ന പ്രത്യുൽപാദന രീതിയാണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫേവറബിൾ കണ്ടീഷൻസിലാണ് ബാക്ടീരിയകളിൽ ബൈനറി ഫിഷൻ നടക്കുന്നത്. ബൈനറി ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു കോശം വിഭജിച്ച് രണ്ട് ഡോട്ടർ സെൽസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബൈനറി ഫിഷൻ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം ന്യൂക്ലിയർ മെറ്റീരിയൽ രണ്ടായി വിഭജിക്കുകയും അതിനുശേഷം ഒരു കോശം വിഭജിച്ച് പുതിയ രണ്ട് കോശങ്ങളായി മാറുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതിയാണ് എൻഡോസ്പോർ ഫോമേഷൻ. അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് ബാക്ടീരിയ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തിക്ക് വോൾഡ് റെസ്റ്റിംഗ് സ്പോർസ് ആണ് എൻഡോസ്പോർസ്. അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ എൻഡോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ബാക്ടീരിയ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഡോസ്പോർ ഫോം ചെയ്യുന്നൊരു ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. നെക്സ്റ്റ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ടിപ്പിക്കൽ സെക്ഷൽ റീപ്രൊഡക്ഷനൊന്നും ബാക്ടീരിയകളിൽ കാണപ്പെടുന്നില്ല. അതായത് ഗാമറ്റ് ഫോമേഷൻ, ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ് തുടങ്ങിയവയൊന്നും ബാക്ടീരിയകളിൽ കാണപ്പെടുന്നില്ല. ജീൻ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജനിതക വസ്തുക്കളുടെ കൈമാറ്റമാണ് ഇത്തരം ബാക്ടീരിയകളിൽ നടക്കുന്നത്. പ്രധാനമായും 3 രീതികളിലൂടെയാണ് ഈ ജീൻ റീകോമ്പിനേഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ കോൺജുഗേഷൻ, സെക്കൻഡ് വൺ ട്രാൻസ്ഫോർമേഷൻ, തേർഡ് വൺ ട്രാൻസ്ഡക്ഷൻ. അടുത്തതായി നമുക്ക് കോൺജുഗേഷൻ എന്ന രീതിയിലൂടെ എങ്ങനെയാണ് ജീൻ ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് നോക്കാം. എൽ ലീഡർബർഗ്, എഡ്വാർഡ് എൽ ടാറ്റം എന്നിവർ ചേർന്ന് 1946 ആദ്യമായി ഇക്കോളൈ ബാക്ടീരിയകളിൽ ഈ കോൺജുഗേഷൻ മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്.
ഈ സെല്ലാണ് ഇതിനകത്തെ ഡോണർ സെൽ, ഈ സെല്ലാണ് റെസിപ്പിയൻ സെൽ. ഈ ഡോണർ സെല്ലിൽ എഫ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ കാണപ്പെടുന്നത് കാരണം ഇതിനെ F+ സെൽ എന്നും, ഈ റെസിപ്പിയൻ സെല്ലിൽ ഈ ഫെർട്ടിലിറ്റി ഫാക്ടർ കാണപ്പെടാത്തത് കാരണം ഇതിനെ F- സെൽ എന്നുമാണ് പറയുന്നത്. അപ്പോൾ കോൺജുഗേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ഈ രണ്ട് സെല്ലും, അതായത് ഈ ഡോണർ സെല്ലും ഈ റെസിപ്പിയൻ സെല്ലും കോൺജുഗേഷൻ പൈലസിൻ്റെ സഹായത്തോടു കൂടി പരസ്പരം അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ പൈലസ് വളർന്ന് ഒരു കോൺജുഗേഷൻ ട്യൂബായി മാറുന്നു. ഈ സമയത്ത് ഈ ഡോണർ സെല്ലിലെ ഫെർട്ടിലിറ്റി ഫാക്ടർ അടങ്ങിയ പ്ലാസ്മിഡ്, അതായത് F പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ F പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ പൂർത്തിയായതിനു ശേഷം ഈ DNA-യിലെ ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രം ഈ കോൺജുഗേഷൻ ട്യൂബിലൂടെ ഈ റെസിപ്പിയൻ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഈ റെസിപ്പിയൻ സെൽ ഡോണർ സെല്ലിൽ നിന്നും ലഭിച്ച സിംഗിൾ സ്ട്രാൻഡ് DNA-ക്ക് കോംപ്ലിമെൻ്ററിയായി ഒരു ഡബിൾ സ്ട്രാൻഡ് നിർമ്മിക്കുകയും ഈ പ്ലാസ്മിഡിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ സെല്ലും ഒരു F+ സെല്ലായി മാറുന്നു. ഈ രീതിയിലാണ് ബാക്ടീരിയകളിൽ കോൺജുഗേഷനിലൂടെ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പാണ് ആർക്കിബാക്ടീരിയ. ആൻഷ്യൻ്റ് ബാക്ടീരിയകളുടെ ഒരു ഗ്രൂപ്പാണ് ആർക്കിബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ദേ ആർ ദി ഓൾഡസ്റ്റ് ലിവിങ് ഫോസിൽസ്. പ്രിമിറ്റീവ് പ്രോകാരിയോട്ടുകളായ ഇവ അതികഠിനമായ ആവാസ വ്യവസ്ഥകളിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. ഉദാഹരണത്തിന് ഹൈ സലൈനിറ്റി അല്ലെങ്കിൽ ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ ചൂട് നീരുറവകൾ, അതുപോലെ pH വളരെ കുറഞ്ഞ അസിഡിക്കായ ആവാസ വ്യവസ്ഥകളിൽ പോലും ജീവിക്കാൻ കഴിവുള്ളവയാണ്. ഇവയുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് കോംപ്ലക്സ് പോളിസാക്രൈഡുകളും കോംപ്ലക്സ് പോളിപെപ്റ്റൈഡ്സും ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ആർക്കിബാക്ടീരിയകളുടെ സെൽ മെംബ്രെയിനിൽ ഈ ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ചെയിൻസ് കാണപ്പെടുന്നത് കാരണം ഇത് ഹൈലി കോംപ്ലക്സ് ആയിരിക്കും. ഇത്തരത്തിലുള്ള പ്രത്യേക ഘടനകളാണ് അതികഠിനമായ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആർക്കിബാക്ടീരിയകളെ സഹായിക്കുന്നത്. അടുത്തതായി നമുക്ക് ആർക്കിബാക്ടീരിയയ്ക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, മെത്തനോജൻസ്. ചതുപ്പു നിലങ്ങൾ അല്ലെങ്കിൽ സ്വാംപി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് വിളിക്കുന്നത്. മെത്തനോജൻസിന് ഉദാഹരണങ്ങളാണ് മെത്തനോബാക്ടീരിയം, മെത്തനോകോക്കസ്, മെത്തനോമൈക്രോബിയം എന്നിവ. ഇത്തരം ബാക്ടീരിയകൾക്ക് കൗഡങ്ങിൽ കാണപ്പെടുന്ന ഓർഗാനിക് സബ്സ്റ്റൻസായ സെല്ലുലോസിനെ ഫെർമെൻറ്റേഷൻ വഴി മീഥെയ്നാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. പശു, എരുമ തുടങ്ങിയ അയവിറക്കുന്ന ജീവികളുടെ അന്നപഥത്തിലും മെത്തനോജൻസ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹാലോഫൈൽസ്. എക്സ്ട്രീം സോൾട്ടി ഏരിയാസ് അല്ലെങ്കിൽ ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ് എന്നറിയപ്പെടുന്നത്. തേർഡ് വൺ, തെർമോ അസിഡോഫൈൽസ്. ചൂട് കൂടിയ ഹോട്ട് സ്പ്രിങ്സിലും അതുപോലെ അസിഡിക് മീഡിയത്തിലും കാണപ്പെടുന്ന ആർക്കിബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈൽസ്. ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വരെ ജീവിക്കാൻ കഴിവുള്ളവയാണ് ഇവ. ബാക്ടീരിയകളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അതുപോലെ കിങ്ഡം മൊനീറയിൽ വരുന്ന ചില അംഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. കിങ്ഡം മൊനീറയിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.